إن الحمد لله أصلي وأسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ ആൽ ഇംറാൻ 93-ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. എല്ലാ ഭക്ഷണവും മുഴുവൻ ഭക്ഷണവും കാന ഹില്ലൽ ലിബനി ഇസ്രായീൽ, ബനി ഇസ്രായേലുകൾക്ക് അനുവദനീയമായിരുന്നു. എല്ലാ ഭക്ഷണവും ബനി ഇസ്രായേലുകൾക്ക് ഹലാലായിരുന്നു, അനുവദനീയമായിരുന്നു. ഇല്ലാമാ ഹറമ ഇസ്രായീലു, ഇസ്രായേൽ ഹറാമാക്കിയതൊഴികെ. ഇസ്രായേൽ എന്ന് ഇവിടെ വിവക്ഷിക്കുന്നത് യാക്കൂബ് നബി അലൈഹിസ്സലാമിനെയാണ്. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ വെളിപ്പേരാണ് ഇസ്രായേൽ. യാക്കൂബ് നബി അലൈഹിസ്സലാമിന് ഒരു പ്രത്യേക രോഗം ബാധിച്ചപ്പോൾ അദ്ദേഹം ഒട്ടകമാംസവും അതുപോലെ ഒട്ടകത്തിന്റെ പാലും അദ്ദേഹത്തിന് ഹറാമാക്കിയിരുന്നു. അദ്ദേഹം അത് കഴിച്ചിരുന്നില്ല. അതിനെപ്പറ്റിയുള്ള ഒരു പരാമർശമാണ്. അതായത് ഇസ്രായേൽ അദ്ദേഹത്തിന്റെ ശരീരത്തിന് അനുവദനീയമല്ലാതാക്കിയതൊഴികെ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതല്ലാത്തതൊക്കെയും അവർക്ക് ഹലാലായിരുന്നു. മിൻ ഖബൽ, ഇതിനു മുമ്പ്. മിൻ ഖബൽ, ഏതിനു മുമ്പ്? അൻ തുനസ്സല തൗറാത്ത്, തൗറാത്ത് അവതരിക്കുന്നതിന് മുമ്പാണത്. തൗറാത്ത് അവതരിച്ചതിന് ശേഷം അവർക്ക് എല്ലാ കാര്യങ്ങളും അത് മുഴുവനും ആ ഒട്ടകമാംസമടക്കം എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കിയിരുന്നു. ഖുൽ നബിയെ താങ്കൾ പറയൂ, ഫഅതു, നിങ്ങൾ കൊണ്ടുവരൂ, ബിത്തൗറാത്ത്, തൗറാത്തിനെ കൊണ്ടുവരൂ, ഫത്ലുഹ, എന്നിട്ട് നിങ്ങൾ അതിനെ പാരായണം ചെയ്യൂ. ഇൻ കുൻതും സ്വാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ. എന്താണ് ഇതിന്റെ സന്ദർഭം? കാരണം ആ യഹൂദർ യാതൊരവസരം കിട്ടുകയാണെങ്കിലും അവർ തക്കം പാർത്തുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്ഷേപിക്കാനും അധിക്ഷേപിക്കാനും തക്കം പാർത്തിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു, ഇതാ ബനി ഇസ്രായേലുകൾക്ക് ഹറാമായ പലതും ഇതാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അറബികൾക്ക് ഹലാലാക്കി കൊടുക്കുന്നു. ഞങ്ങൾക്ക് അനുവദനീയമല്ലാത്തത് ഈ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി അറബികൾക്ക് ഹലാലാക്കി കൊടുക്കുകയാണെന്നുള്ള ആരോപണം വന്നപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് അവതരിപ്പിച്ചത്. മുൻപ് ബനൂ ഇസ്രായേലുകൾക്ക് എല്ലാ ഭക്ഷണവും ഹലാലായിരുന്നു. അത് തൗറാത്തും സത്യപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ഇസ്രായേൽ പ്രവാചകൻ യാക്കൂബ് നബി അലൈഹിസ്സലാം സ്വശരീരത്തിന് ഹറാമാക്കിയ അല്പം ചില ഒരു ഒട്ടകമാംസം പോലെയുള്ള ചില സംഗതികൾ മാത്രമാണ് അതിൽ വിടുതൽ. അത് അദ്ദേഹവുമായി മാത്രം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അത് ഇസ്രായേലുകൾക്കുള്ള പൊതുവിധിയല്ല. അതുകൊണ്ടാണ് അല്ലാഹു വെല്ലുവിളിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വേദഗ്രന്ഥമായ തൗറാത്ത് കൊണ്ട് നിങ്ങൾ പാരായണം ചെയ്യൂ. അതിനൊരിക്കലും അവർ തയ്യാറായില്ല. അവർ തൗറാത്ത് കൊണ്ട് പാരായണം ചെയ്ത് അല്ലാഹുവിന്റെ റസൂലിനെ വെല്ലുവിളിച്ചില്ല എന്ന യാഥാർത്ഥ്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള